ചിങ്ങമാസത്തിലെ അത്തന്നാൾ മുതൽ അത്തപ്പൂ ഇടാറുണ്ട്. തൃക്കാക്കര അപ്പനെ എഴുന്നള്ളിയിരിക്കാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കുന്നത്. തൃക്കാക്കര വരെ പോയി ദേവനെ പൂജിക്കാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കാതെ വന്നപ്പോൾ അവരവരുടെ മുറ്റത്ത് പൂക്കളം ഉണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ച് തന്നെ ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരപ്പൻ അനുവദിച്ചു എന്നാണ് ഐതിഹ്യം. അത്തപ്പൂ ഇടുന്നതിൽ പ്രാദേശികമായ രീതി വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ചിങ്ങത്തിലെ അത്തന്നാൾ മുതലാണ് പൂക്കളം ഒരുക്കാൻ തുടങ്ങുന്നത്. അത്തം, ചിത്തിര, ചോതി എന്നീ ദിവസങ്ങളിൽ ചാണകം മെഴുകി നിലത്ത് തുമ്പപ്പൂ മാത്രമാണ് അലങ്കരിക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ വിവിധ തരം പൂക്കൾ ഉപയോഗിക്കുന്നു. ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ ഒരു നിര പൂ മാത്രമേ ഇടാറുള്ളൂ. ചുവന്ന പൂ ഇടാനും പാടില്ല. രണ്ടാം ദിവസം രണ്ടിനം പൂക്കൾ, മൂന്നാം ദിവസം മൂന്നിനം പൂവുകൾ എന്നിങ്ങനെ ഓരോ ദിവസം കളത്തിന്റെ വലിപ്പം കൂടിക്കൂടി വരുന്നു. ചോതി നാളിൽ മാത്രമേ ചെമ്പരത്തി പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ. ഉത്രാടനാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഒരുക്കുന്നത്. മൂലം നാളിൽ ചതുരാകൃതിയിൽ പൂക്കളം ഒരുക്കേണ്ടതാണ്. എന്നാൽ ചിലയിടങ്ങളിൽ ഒരു നിറത്തിലുള്ള പൂവുകൾ തുടങ്ങി 10-ാം ദിവസം 10 നിറങ്ങളിലുള്ള പൂവുകൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു. ചാണകം ഒഴുകിയ വെറും നിലം കൂടാതെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ചാണകം ഒഴുകിയ ചെറു മണ്ഡപവും പൂവിടുന്നതിന് ഉപയോഗിക്കുന്നു. തിരുവോണ ദിവസം രാവിലെ പൂക്കളത്തിൽ പലകയിട്ട് അരിമാവ് പൂശുന്നു. മണ്ണുകൊണ്ടോ തടി കൊണ്ടോ തൃക്കാക്കരപ്പൻ്റെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അലങ്കരിക്കുകയും പാലട, അട, പഴം, ശർക്കര തുടങ്ങിയവ നിവേദിക്കുകയും ചെയ്യുന്നു. ഓണം കാണാൻ എഴുന്നള്ളുന്ന തൃക്കാക്കരപ്പന് ആർപ്പുവിളികളും കുരയുമിട്ടാണ് സ്വീകരിക്കുന്നത്. ചതയം കഴിഞ്ഞ് ഏതെങ്കിലും നല്ല ദിവസം നോക്കി പ്രതിഷ്ഠ ഇളക്കുന്നു. ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ അത്തപ്പൂവിടൽ മത്സരങ്ങൾ നടത്തിവരുന്നു. ഇന്ത്യയിൽ വാമനൻ പ്രതിഷ്ഠയായുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലുള്ള ക്ഷേത്രം കേരളത്തിലെ എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ്. ഇവിടുത്തെ പ്രധാന ഉത്സവം ഓണമാണ്. ഓണസദ്യ ഈ ക്ഷേത്രത്തിൽ കെങ്കേമമായി നടത്തുന്നു.